നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ഓഗസ്റ്റ് 30 ആരംഭിക്കും. ഇതിനായി അകമല പട്ടാണിക്കാട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്തുള്ള കാട്ടിലെ ഗേറ്റ് പരിസരത്ത് യന്ത്രസാമഗ്രികൾ എത്തിച്ചു. വടക്കാഞ്ചേരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം തയ്യാറാക്കുന്നതിനാവശ്യമായ പച്ചക്കറി തൈകളും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പോഷകത്തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത് ജീവനക്കാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഓഫീസിലെ മേശയ്ക്കുള്ളിൽ നിന്നാണ് പാമ്പിനെ പിടിച്ചത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി വർഷത്തിൽ 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരായ കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നും വികസന വിരോധികൾക്ക് കീഴടങ്ങില്ല എന്നും DYFI. സ്കൂൾ കലോത്സവത്തിന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും തിരിതെളിഞ്ഞു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യും ഗേൾസ് ഹൈസ്കൂളിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനും കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ അഭിനേതാക്കളായ സിദ്ധാർത്ഥ് ഭരതനും നിയാസ് ബക്കറും മുഖ്യ അതിഥികളായി.